ഹലോ ഗൈസ്, നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു ബജ്ജി ഉണ്ടാക്കി നോക്കിയാലോ. വീട്ടിൽ തന്നെയുള്ള കുറച്ച് റെസിപ്പി കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ബജ്ജി ഇന്ന് ഉണ്ടാക്കി നോക്കാം. കൂടെ നമുക്ക് ബജ്ജിക്ക് ആവശ്യമുള്ളത് കുറച്ച് പുട്ടുപൊടി. അത് ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല, നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കോളിഫ്ലവർ, അതും നമുക്ക് ഏത് കമ്പനി വേണോ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മുളക് പൊടി അതിലേക്ക് നമുക്ക് എരിക്ക് വേണ്ടി ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, നമ്മുടെ കണക്കനുസരിച്ചുള്ള മല്ലിപ്പൊടി. പിന്നെ ചിക്കൻ മസാല, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ടു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കത് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞ് നല്ല ലൂസായിട്ട് വരുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ലൂസായിട്ട് വരുമ്പോൾ കുറച്ച് നമുക്കത് അടച്ച് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബജ്ജിക്ക് വേണ്ടിയുള്ള വെണ്ടയ്ക്കയാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. വെണ്ടയ്ക്ക ബജ്ജിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമുക്ക് മുറിച്ച് ഇതേപോലെ മാറ്റി വെക്കാം. നമ്മളിങ്ങനെ വരയിടുന്നത് എന്താണെന്ന് വെച്ചാൽ മസാല നല്ലപോലെ ഉള്ളി പിടിക്കാൻ കൂടാതെ നമ്മളിങ്ങനെ വരയിടുന്നത്. ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ വെണ്ടയ്ക്ക നമ്മുടെ മസാലയില്ല സെറ്റാകാൻ വെച്ചാൽ അത് മിക്സ് ചെയ്യണം. എന്നിട്ട് ആവശ്യത്തിൽ പാനിൽ നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതേപോലെ ഓരോ വെണ്ടയ്ക്ക എടുത്ത് നമ്മൾ ഇട്ട് വേവിച്ച് കൊടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഗ്യാസ് കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക കരിഞ്ഞു പോകും. അങ്ങനെ വെന്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ലെയർ നമ്മൾ മാറ്റുക കേട്ടോ. ആദ്യത്തെ ലെയർ മാറ്റി നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കുക. ഇനി നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം ഇതേപോലെ തന്നെ ലോങ് ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ വേവിക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ഒത്തിരി തീയിട്ടാൽ കരിഞ്ഞു പോകും കൂട്ടുക. അതുകൊണ്ട് ലോങ് ഫ്ലെയിമിൽ ഇട്ട് വേവിച്ച് കഴിഞ്ഞ് നല്ലപോലെ വെന്ത് മൂത്തതിന് ശേഷം നമ്മൾ ഇതെടുത്ത് കോരി പ്ലേറ്റിലേക്ക് വെക്കുക കൂട്ടുക. ടച്ചിങ് സിമ്മിൽ നമുക്ക് കുറച്ച് സവാളയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാണ് കൂട്ടുകാർ നമ്മളെ വെണ്ടയ്ക്ക ബജ്ജി. നല്ലപോലെ വെന്ത് മൊരിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ. കടിക്കുമ്പോൾ തന്നെ ആ സൗണ്ടും ഒക്കെ കേൾക്കാം. നല്ല ടേസ്റ്റായിരുന്നു കൂട്ടുകാരെ. നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിൾ റെസിപ്പി കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനം വെച്ച് നമുക്ക് സിമ്പിളായിട്ട് 4 മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ. അപ്പോൾ ചില വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലുള്ള ഇച്ചിരി സാധനങ്ങൾ വെച്ച് നമുക്ക് 4 മണിക്ക് ഓരോ അപ്പങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കൂട്ടുകാരെ. അപ്പോൾ ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പിയായിട്ട് ഇനിയും ഉള്ള വീഡിയോസ് എൻ്റെ കാണും. അതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതേപോലെ തന്നെയുള്ള സിമ്പിൾ റെസിപ്പിയായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ വരും. ഈ ബജ്ജിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് ചോദിക്കാൻ കൂട്ടുകാരെ. അപ്പോൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.